എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മറ്റു കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നത്. ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ബെഡ്റൂമും അതുപോലെ നമ്മുടെ സിറ്റിംഗ് റൂമും ലിവിങ് റൂമൊക്കെ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ വീട് ഒരു 50% ക്ലീനായി കിട്ടും. പിന്നെ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ ബാക്കി ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ പെപ്പർ പൗഡറാണ്. ഇത് വൈറ്റ് പെപ്പർ പൗഡറാണ്, ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. കാണാനൊരു ഭംഗി വൈറ്റ് പെപ്പറാണ് നമ്മളിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. അതുപോലെ 1 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അരമണിക്കൂർ സമയമുണ്ടെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇത് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ബ്രാൻഡുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ റൈസൊക്കെ കിട്ടും. ഇത് അളിഞ്ഞു പോവാതിരിക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇന്ത്യ ഗേറ്റ്. അതുപോലെ തന്നെ ഞാൻ 3 കപ്പാണ് എടുത്തത്. 3 കപ്പ് ഏകദേശം 6 ആൾക്കും 7 ആൾക്കൊക്കെ കഴിക്കാനുണ്ടാവും. അത് നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ 6 ആൾക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ 7 ആൾക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ ഈ റൈസിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇട്ട് കൊടുക്കുന്നില്ല. ഏലക്ക ഇടുമ്പോൾ അതിനൊരു നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് വരും എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്. അതുപോലെ തന്നെ അര മുറി ചെറുനാരങ്ങയുടെ നീരാണ്. അതും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇനി അതവിടെ തിളച്ച് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ചില്ലി ചിക്കനിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അത്ര ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്നൊന്നുമേൽ ഒട്ടി നിൽക്കാത്ത രൂപത്തിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മൈദയിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഒന്നായിട്ട് സെറ്റായി പോവും. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ്. പിന്നെ നമ്മളൊരു മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റി കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊരു 75-80% നമ്മൾ ഇതിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറിയിൽ വെച്ചിട്ട് കുറച്ച് സമയം അത് കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ഡാർക്കായി പോവണ്ട. ഇനി ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. 1.5 കപ്പ് ബീൻസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ചിക്കൻ ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് റിഫൈൻഡ് ഓയിലും കുഴപ്പമില്ല. എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒന്ന് പാനൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് രണ്ടും കൂടി. അതുപോലെ ബട്ടർ ഇട്ട ഉടനെ തന്നെ ഓയിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബട്ടർ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്ന എപ്പോഴും ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് മുന്നോട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഇനി ഇതിലേക്ക് 3 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അതിട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് പെട്ടെന്ന് ഇനിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്ലെയിം ഹൈ ആക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുക. ഇത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി, നന്നായിട്ട് വെന്ത് അളിഞ്ഞു പോകരുത്. അപ്പോൾ ആ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട്, ക്യാബേജ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എഗ്ഗ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അടുത്തത് വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയെ വൈറ്റ് പെപ്പർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 2 3 4 ടേബിൾ സ്പൂൺ മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണും കൂടിയും ചേർക്കുന്നുണ്ട്. അതും കൂട്ടിയിട്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇത് ചേർക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് വെജിറ്റബിൾസ് ആണെങ്കിൽ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. ഇതൊരു ഫുൾ കുക്കായിട്ടുള്ള റൈസല്ല, ഒരു 90% ഒക്കെ കുക്കായാൽ മതി. ഫുള്ള് കുക്കാകുമ്പോൾ നമ്മൾ ഇതിന്നും കൂടി കുക്കായി വരുമ്പോൾ ചോറാകെ വെന്ത് പോകട്ടെ. അതുകൊണ്ടാണ് ഫുൾ കുക്കാണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ആ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസ് കൂടി ഇട്ടിട്ട് വീണ്ടും മെല്ലെ നമ്മൾ ഇങ്ങനത്തെ വുഡൻ സ്പാറ്റുല വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം അടുത്താവുന്ന രൂപത്തിൽ. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്മിലാക്കിയിട്ട് വളരെ കുറഞ്ഞ സമയം വെച്ചാൽ മതി. ഇതിലടിയിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്തായാലും ഫ്ലോപ്പ് ആവില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി വെന്ത് അടിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കോലം തന്നെ വേറെയായി മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൈസിൻ്റെ വേവാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫുള്ള് കുക്കാവണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഫ്രൈഡ് റൈസ്. നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഒരു പണി മാത്രമേ അതിൽ വലുതായിട്ട് തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില്ലി ചിക്കനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കുക. ചൂടായി വരുമ്പോൾ 6 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഐറ്റംസൊക്കെ നമ്മൾ റിഫൈൻഡ് ഓയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഓയിൽ ചെയ്യാതിരിക്കുക. അതിലേക്ക് ഒരു വെളുത്തുള്ളി എടുത്തതിൻ്റെ പകുതി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ 6 പച്ചമുളക് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നു പോയതാണ്, അതാണ് ഈ സമയത്ത് തന്നെ കാണിച്ചത് കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളിയാണ്, അതിങ്ങനെ ഈ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം 3 കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഗ്രീൻ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് മാത്രം യൂസ് ചെയ്ത്. അതിനൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് നെക്സ്റ്റ് വേണ്ടത്. അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ചില്ലി ഗാർലിക് സോസ് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറും ടൊമാറ്റോ സോസ് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസപ്പെടും കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സോയ സോസാണ് ചേർക്കുന്നത്. സോയ സോസ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ. അപ്പം മൊത്തം 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ചെയ്യണം. 1 ടീസ്പൂൺ നിറയെ വൈറ്റ് പെപ്പറാണ് ഇനി ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു എരിവിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കുക. നേരത്തെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടി വേവിച്ച് വെച്ച ചിക്കൻ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ പ്രത്യേകം ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഗ്രേവി ഇല്ലാതെ അധികം ഗ്രേവി വേണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. അതുപോലെ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഗ്രേവിക്കനുസരിച്ച് വാട്ടറും
കോൺഫ്ലോറൊക്കെ കുറക്കാം കേട്ടോ. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് അതിൻ്റെ ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുതിയ കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കാരണം സോസുകളിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല റൈസാണ്, അതുപോലെ തന്നെ അടിപൊളി ചില്ലി ചിക്കനുമാണ്. ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഇടണം. എല്ലാവരോടും ഒരുപാട് കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.